ദൈവത്തിൻ്റെ വലിയ കരുണയാൽ നമുക്ക് ഈ വർഷവും സാമൂഹ്യ തിന്മകൾ എന്താകുന്നു, എങ്ങനെയാകുന്നു, എപ്രകാരമാകുന്നു, അതിനെ അഭിമുഖീകരിക്കേണ്ടെന്നുള്ള പഠിക്കാൻ ദൈവം കൺവെൻഷനിലൊരു സന്ദർഭവും സാവകാശവും നമുക്കൊരുക്കിയിരിക്കുന്നു. ഇത് സഭയുടെ ശബ്ദമാണ്. എപ്രകാരമാണ് ഈ തിന്മകളോട് പ്രതികരിക്കേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ നല്ല സന്ദർഭത്തിന് വേണ്ടി ദൈവത്തിന് നന്ദി പറയാം. അനുദിനം വർദ്ധിച്ചു വരുന്ന തിന്മകളാണ് നമുക്ക് ചുറ്റും. പത്രം വായിക്കുമ്പോൾ ഇന്നത് വായിക്കേണ്ടിയില്ലായിരുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. പത്രങ്ങളിലാണെങ്കിൽ ഒരു പേജ് തന്നെ അപകട മരണം, ദുർമരണങ്ങൾ അതേക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ടെലിവിഷനാണെങ്കിലും അപ്രകാരം ഓരോ ദിവസവും അന്ന് നടന്ന പ്രത്യേകതരമായ മരണങ്ങളെക്കുറിച്ച്, ലോകമർദ്ദനങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സാറ്റനിക് പവർ ഈസ് മോർ പവർഫുൾ ദാൻ ദാറ്റ് ഓഫ് എനി അതർ ടൈം എന്ന് നമുക്കത് ബോധ്യമാവും. ഇന്നലെക്കാൾ ഇന്നിത് വർദ്ധിച്ചു വരികയാണ്. എങ്ങനെ ഇതിനൊരു കടിഞ്ഞാണിടാം? ഭയത്തിൻ്റെ നാളുകൾ വർദ്ധിച്ചു വരുന്നു. യാത്ര ചെയ്യാൻ ഭയം, കിടന്നുറങ്ങാൻ ഭയം, സംസാരിക്കാൻ ഭയം, കൊട്ടേഷൻ ഗ്രൂപ്പുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലം, പണം കൊടുത്ത് ആളുകളെ കൊല്ലിക്കുന്നൊരു കാലം, അർത്ഥസത്യങ്ങളുടെ ഒരു കാലം. പകുതി സത്യം പറയും, ശരിയാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തും. അത് നുണയേക്കാൾ വലുതാണ് ഈ അർത്ഥസത്യങ്ങളുടെ കാലം. വാട്സപ്പ് എന്ന മീഡിയയിൽ കൂടെ അറിഞ്ഞും അറിയാതെയും ഉള്ള അപരാധങ്ങളും തെറ്റുകളും ക്രോഡീകരിച്ചും കുറിപ്പിച്ചും ഇത് വിടുന്നത് പോലെ പലരിലേക്ക് വ്യാപിപ്പിച്ച് ഈ സമൂഹത്തെ ആകെ നഷ്ടബോധ്യമുള്ളവരാക്കി തീർക്കുന്നു. സത്യം, ധർമ്മം, നീതി ഇതൊക്കെ എവിടെ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുന്നു. ധർമ്മത്തിന് ക്ഷയമുണ്ടാകുമോ? ധർമ്മം ക്ഷയിക്കുമോ? ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, പ്രാർത്ഥന, ഉപവാസം ഇത് കൊണ്ട് മാത്രമേ ഈ സാത്താന്യ ശക്തിയെ അതിജീവിപ്പാനായിട്ട് വിശ്വാസികൾക്ക് കഴിയത്തുള്ളൂ. പ്രാർത്ഥന കുറയും തോറും ദുർമാർഗത്തിന് ശക്തി വർദ്ധിച്ചു വരുന്നു. പ്രാർത്ഥന, ഉപവാസം നമുക്കിവരെ സ്നേഹത്താൽ നേടണം. അപ്രകാരമുള്ള ഒരു അനുഭവത്തിലും ജീവിതത്തിലും ക്രിസ്ത്യാനികൾ ഉറ്റിരിക്കുമ്പോൾ ഇപ്രകാരമുള്ള അപകടത്തിൽ സഞ്ചരിക്കുന്നവരെ, സമൂഹത്തെ നേർവഴിക്ക് കാണിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൺവെൻഷനുകൾ അതിന് പ്രയോജനഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു വൈദികനായിട്ട് 43 വർഷമാകുന്നു. 42 വർഷം മുമ്പ് ഞാൻ പെരുവണ്ണാമൊഴി എന്ന സ്ഥലത്ത് നിന്ന് ചെമ്പനോട എന്ന എൻ്റെ ഒരു കൊച്ചു പള്ളിയിലേക്ക് യാത്ര പോവുകയാണ്. 5 മൈൽ നടക്കണം. കുർബാനപ്പെട്ടിയും എടുത്ത് നടക്കുകയാണ്. തനിച്ചാണ് നടപ്പ്. വിജനമായ വഴി, ഇലക്ട്രിസിറ്റി ഇല്ല, ചെളി നിറഞ്ഞ മണ്ണ്. അപ്രകാരം മുമ്പോട്ട് നടക്കുമ്പോൾ മുമ്പിൽ ഒരാൾ ആടി നടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കൂട്ടായല്ലോ, ഒന്നിച്ച് നടക്കാമല്ലോ, 5 മൈൽ യാത്ര ചെയ്യാമല്ലോ, ദൂരം അറിയാതെ വർത്തമാനം പറഞ്ഞ് പോകാമല്ലോ എന്ന് വിചാരിച്ചു. മുമ്പിൽ പോയ അടുത്ത് ഞാൻ എത്തിയപ്പോൾ അദ്ദേഹം ഒന്ന് നിന്നു, ഞാനും ഒന്ന് നിന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങോട്ടേക്കാണ്? അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് മുമ്പോട്ട് നടന്നു. അല്പം നടന്നപ്പോൾ അദ്ദേഹം നിന്നു, ഞാനും നിന്നു. എവിടേക്കാണ്? ചെമ്പനോട. കൂട്ടായല്ലോ, നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. പിന്നെ ഞങ്ങൾ നിശബ്ദരായി മുന്നോട്ട് നടന്നു. പിന്നെ മുമ്പിൽ പോയ ആൾ വീണ്ടും എന്നോടൊപ്പം നിന്നു. എന്നിട്ട് എന്നോട് സ്വകാര്യമായി പറഞ്ഞു, അച്ചോ, ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്കൊന്നിച്ച് പോകാം. പിന്നീട് സംസാരം തുടരണമല്ലോ. എന്താ പേര്? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. മുരടനക്കിത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തു. എന്നിട്ട് അദ്ദേഹം നിന്നു. എന്നിട്ട് പറഞ്ഞു, ദേവസ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേവസ്യ, നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുടിച്ചിട്ടുണ്ട് അച്ചോ. ഞങ്ങൾ ഈ 2 വാക്കുകൾ മാത്രമേ ഈ 5 കിലോമീറ്ററും പറഞ്ഞുള്ളൂ. കുടിച്ചിട്ടുണ്ടച്ചോ, സാരമില്ല ദേവസ്യാച്ച. കുടിച്ചിട്ടുണ്ടച്ചോ, സാരമില്ല ദേവസ്യാച്ച. പല്ലവിയും അനുപല്ലവിയും പോലെ ഞങ്ങളിത് പറഞ്ഞു. പിന്നെ ഞാൻ പിരിഞ്ഞു. എൻ്റെ പള്ളിയിൽ 12 വീട്ടുകാരാണുള്ളത്. ഞായറാഴ്ച രാവിലെ ഞാൻ പള്ളിയിലെത്തുമ്പോൾ കുളിച്ച് സുമുഖനായി വെള്ള വസ്ത്രം ധരിച്ച് ദേവസ്യാച്ചൻ മാർത്തമ്മ പള്ളിയുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ദേവസ്യാച്ച പള്ളി പോകണ്ടേ? കടമുള്ള ദിവസമല്ലേ, പോകണ്ടേ? അപ്പോൾ ദേവസ്യാച്ചൻ പറഞ്ഞു, ഞാൻ പോകുന്നില്ല, ഇന്ന് ഈ പള്ളിയിലാണ്, അച്ഛൻ്റെ കൂടിയാണ്, ഈ ഇടവക്കാരുടെ കൂടിയാണ് ഇന്ന് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞ് ഞാൻ പിരിഞ്ഞു പോരുമ്പോൾ ദേവസ്യാച്ചൻ ആ സ്ഥലത്തെ മധ്യവർജന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ്.
ഞാനൊന്നും ചെയ്തില്ല, അത്ഭുതങ്ങളൊന്നും കാട്ടിയില്ല. എന്നാൽ ദേവസ്യാച്ചൻ എങ്ങനെ കുടി നിർത്തിയെന്ന് എനിക്കിന്നും അറിയത്തില്ല. നമുക്ക് അനേകരെ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കണം. ഇപ്രകാരം അന്യരായി പോകുന്ന അനേകരുണ്ട്. നല്ലൊരു രാജ്യമാണ് ദൈവം നമുക്ക് തന്നത്, നല്ലൊരു പ്രദേശമാണ് നമുക്ക് തന്നത്, നല്ലൊരു പേരുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. 100% സാക്ഷരതയുള്ളവർ. എങ്ങനെ ഈ സാക്ഷരതയുള്ളവർ തെറ്റിപ്പോകുന്നു? തിരിച്ചു വരാതോണം മുറിവുള്ള ഒരു ദേശമായി നമ്മുടെ തീർന്നിരിക്കുന്നു. സമൂഹങ്ങൾ തമ്മിൽ, ആളുകൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ അകന്നു പോയിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ദൈവഭയമില്ലാത്തൊരു സമൂഹമാണോ? അല്ലല്ല. പത്തനംതിട്ട ജില്ല 100% സാക്ഷരതയുള്ളവരും 100% ദൈവഭയമുള്ളവരുമാണ്. പിന്നെ എന്ത് സംഭവിച്ചു? അക്കിത്തം എന്ന കവി നമ്മോട് പറയുന്നു, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. എന്നെ ഈ നാളുകളൊക്കെ ആകർഷിച്ച ഒരു പദ്യശകലമാണ്. വാസ്തവമല്ല ഇത്? വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. തമസിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹം എന്തുകൊണ്ട് സംഭവിക്കുന്നു? എൻ്റെ എല്ലാ അടിസ്ഥാനം ചകഞ്ഞു നോക്കിയാൽ ഈ മദ്യപാനവും മയക്കുമരുന്നുകളുമാണെന്നറിയാം. എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ചകഞ്ഞു നോക്കിയാൽ അറിയാം, അതിൻ്റെ പുറകിൽ മദ്യപാനമാണ്, മയക്കുമരുന്നുകളാണ്. എത്രയോ വീടുകളാണ് കൊലപാതകം നടക്കുന്നത്. ഭാര്യ ഭർത്താവിനോടുകൂടെ, ഭാര്യ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്നു, മക്കൾ ചേർന്ന് അമ്മയപ്പന്മാരെ കൊല്ലുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ചകഞ്ഞ് നോക്കുമ്പോൾ മദ്യപാനം, മയക്കുമരുന്നുകൾ. നമുക്ക് ഇതിനെതിരായി സമരം ചെയ്യണം. ഞാൻ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പല പ്രാവശ്യം മദ്യവർജന സമിതിക്കാരോടുകൂടെ പോയിട്ടുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറക്കുമോ? എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാണ് അവർ അധികാരത്തിൽ വന്നത്. എന്താ ശരിയായോ? മദ്യപാരോട് തന്നെ ഞങ്ങൾ ചോദിക്കാറുണ്ട്, എന്താ ശരിയാകാത്തത്? ദൈവഭയമില്ലാത്തൊരു സമൂഹത്തിന് നിലനിൽക്കാൻ സാധിക്കത്തില്ല, പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ധാർമ്മിക രോക്ഷമുള്ളവരായി വളരണം. ഗാന്ധിജിയെ വീണ്ടും വീണ്ടും വെടിവെക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ആ ജനതയുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഗാന്ധിജിയെ ഇത്ര ഇഷ്ടമില്ലാത്തത്? ഇന്ന് രാവിലെ സ്റ്റാൻലി ജോൺസിൻ്റെ കൊച്ചുമകൾ എനിക്കൊരു പുസ്തകം തന്നു. ഗാന്ധിജി, സ്റ്റാൻലി ജോൺസ് എഴുതിയ പുസ്തകമാണ്. ഒരു പേജ് ഞാൻ വായിച്ചുള്ളൂ. ഒരു ബ്രിട്ടീഷുകാരനായ ജഡ്ജി ഗാന്ധിജിക്ക് എഴുതുകയാണ്, താങ്കൾ മഹാനായ താങ്കളെ ഞാൻ എങ്ങനെ ശിക്ഷിക്കും? എങ്ങനെ ഒരു ജഡ്ജി എന്നുള്ള നിലയിൽ ശിക്ഷിക്കാതിരിക്കും? ഗോപാലകൃഷ്ണ ഗോഖലെയോടൊപ്പം ഞാൻ താങ്കളെ ജയിലിൽ അടയ്ക്കട്ടെ, അദ്ദേഹത്തിന് 6 വർഷത്തെ തടവ് കൊടുത്തല്ലോ, താങ്കൾക്കൊരു 3 വർഷമെങ്കിലും തരാതിരിക്കാൻ എനിക്ക് ഒക്കുന്നില്ലല്ലോ. ഗാന്ധിജി എഴുതി, മഹാനായ ജഡ്ജി, താങ്കൾ പറഞ്ഞതും എന്നോട് കാണിച്ച മഹാമനസ്കതയ്ക്ക് നന്ദി. ഒരു ജയിലിൽ ഗാന്ധിജിയെ നാം ആരും കണ്ടിട്ടില്ല. 60 വർഷമായി കടന്നുപോയി. ഇന്നും ഗാന്ധിയെ പരിചയപ്പെടുത്താൻ ഗാന്ധി സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊരു രംഗം ഇങ്ങനെയാണ്. പിടിച്ചിരിക്കുന്ന ജഡ്ജി, അദ്ദേഹത്തിന് മുമ്പിലേക്ക് ആനയിക്കപ്പെടുന്ന ഗാന്ധിജി. എല്ലാവരും എഴുന്നേറ്റു. ജഡ്ജി വളരെ ക്രൗര്യഭാവത്തോടുകൂടെ സീറ്റിൽ പിടിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അകത്തേക്ക് വരുന്തോറും ഈ ജഡ്ജിക്ക് എഴുന്നേൽക്കാതിരിക്കാൻ വയ്യാത്തൊരു സ്ഥിതി. അദ്ദേഹവും എഴുന്നേൽക്കുന്നു ഗാന്ധിജിയെ കണ്ടപ്പോൾ. അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര ധന്യമായ ഒന്ന്. ഇന്ന് ധർമ്മം ക്ഷയിക്കുകയാണോ? ഗാന്ധിജിയെ വെടിവെക്കാൻ ഒരുങ്ങുന്ന ഒരു സമൂഹമാണോ നമ്മുടെ ചുറ്റും? നമുക്കിത് തിരുത്തണം. ഈ രാജ്യം നന്നാകണം. എത്രയോ അനുഗ്രഹകരമായ ഒരു കാര്യം, നാനാത്വത്തിൽ ഏകത്വം, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് സത്യവും ധർമ്മവും നീതിയും പരിപാലിക്കുന്നതിന് നമുക്ക് ഇരട്ടി ശക്തിയോടുകൂടി ഈ ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കാം. നമുക്ക് സഭയായി, സമൂഹമായി ഈ തിന്മകൾക്കെതിരെ നിലനിൽപ്പാൻ ദൈവമേ ശക്തി തരണമേ. നിൻ്റെ സ്നേഹത്തിൽ പിടിച്ചു നിൽപ്പാനും ആളുകളെ രക്ഷിപ്പാനും ഈ തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും അനേകരെ വലിച്ചെടുപ്പാനും ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ വലിയ ശുശ്രൂഷയെ പങ്കിടാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ട ഡോക്ടർ MP മത്തായി സാറിനെ പ്രധാന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അഭിവന്യ തിരുമേനി, വൈദികരെ, സഹോദരീ സഹോദരന്മാരെ, മഹത്തായ ഈ മാരാമൺ കൺവെൻഷനിൽ സാമൂഹിക തിന്മകളെ തിരിച്ചറിയുക, പ്രതികരിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതിന് ക്ഷണിക്കപ്പെട്ടതിൽ എൻ്റെ സന്തോഷവും കൃതജ്ഞതയും. ഞാനിതിൻ്റെ ഭാരവാഹികളെ, പ്രത്യേകിച്ചും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായ ഡോക്ടർ മാത്യു തോമസിനെ വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു. ഞാൻ വളരെ
ചെറുപ്പം മുതൽ, വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ എൻ്റെ സുഹൃത്തുക്കളിൽ കൂടിയും അധ്യാപകനായ ശേഷം എൻ്റെ വിദ്യാർത്ഥികളിൽ കൂടിയും പൊതുപ്രവർത്തനം നടത്തുന്നതിനിടയിൽ ആക്ടിവിസ്റ്റുകളായ സുഹൃത്തുക്കളിൽ കൂടിയും ഈ മർത്തോമാ സഭയുമായുള്ള എൻ്റെ ബന്ധം തുടരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പ്രത്യേകമായും ഈ സന്ദർഭത്തിൽ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ഇളയ മകൾക്ക് മർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ടൈറ്റസ് II ട്രെയിനിങ് കോളേജിൽ ഒരു അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുന്നതിന് ഒരവസരം നൽകുകയുണ്ടായി. തിരുമേനി മാനേജരായിരിക്കുന്ന സമയത്താണത്. അത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയും ഞങ്ങൾക്കുള്ള കടപ്പാട് രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. അത് അനുചിതമാവുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സാമൂഹ്യ തിന്മകളെപ്പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട തിരുമേനി ഗാന്ധിജിയെ അനുസ്മരിച്ചതുകൊണ്ടും ഞാൻ ഒരു ഗാന്ധി മാർഗ പ്രവർത്തകൻ ആയതുകൊണ്ടും പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്, സാമൂഹ്യ തിന്മകളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ കയ്യൊപ്പുള്ള 7 സാമൂഹ്യ തിന്മകളെ അധികരിച്ചാണ് പലപ്പോഴും ഈ വിഷയം പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. നിങ്ങളധികം പേർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, എങ്കിലും ഞാൻ അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 7 സാമൂഹ്യ തിന്മകളെ പറ്റിയാണ് അദ്ദേഹം കയ്യൊപ്പിട്ട് രേഖപ്പെടുത്തിയത്. പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ്, തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയം. എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ, സ്വഭാവ രൂപീകരണത്തിനുതകാത്ത വിദ്യാഭ്യാസം. സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രം. വെൽത്ത് വിത്തൗട്ട് വർക്ക്, അധ്വാനിക്കാതെ നേടുന്ന സമ്പാദ്യം. കോമേഴ്സ് ട്രേഡ് വിത്തൗട്ട് കോമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി, അതായത് ധാർമ്മികതയില്ലാത്ത വ്യാപാരം. വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്, ത്യാഗനിഷ്ഠമല്ലാത്ത ആരാധന, ത്യാഗാധിഷ്ഠിതമല്ലാത്ത ആരാധന. പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസ്, മനസാക്ഷിക്കു നിരക്കാത്ത സുഖാസ്വാദനം. ഈ 7 തിന്മകളാണ് ഗാന്ധിജിയുടെ പേരിൽ അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ഇത് ഗാന്ധിജി രൂപപ്പെടുത്തി അവതരിപ്പിച്ചതല്ല, ഇത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ. ലണ്ടനിലെ പ്രസിദ്ധമായ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ വികാരിയായിരുന്ന ലീവിസ് ഡൊണാൾഡ്സൺ എന്ന് പറയുന്ന ഒരു പാതിരി, അദ്ദേഹത്തിൻ്റെ ഒരു സെർമണിൽ ആണ് 7 ഡെഡ്ലി സോഷ്യൽ ഈവിൾസ് എന്ന പേരിൽ ഇത് അവതരിപ്പിച്ചത്. ഇംഗ്ലണ്ടിൽ നിന്നൊരാൾ ഒരു കത്തെഴുതി ഗാന്ധിജിക്ക് ശരാശരി ഒരു ദിവസം 100 കത്തുകൾ ലഭിച്ചിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു കാർഡിൽ അദ്ദേഹം ഗാന്ധിജിക്ക് ഇത് എഴുതിയിട്ട് ഇത് അങ്ങ് അംഗീകരിക്കുന്നോ എന്ന് ഒരു ചോദ്യത്തോടു കൂടി അയച്ചു. ഇത് 1925 മാർച്ച് മാസത്തിലാണ്. ആ വർഷം തന്നെ ഒക്ടോബർ മാസത്തിലെ അദ്ദേഹത്തിൻ്റെ വീക്കിലി ജേണലായ യങ് ഇന്ത്യയിൽ ഗാന്ധിജി ഇത് അംഗീകരിച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഒക്ടോബർ മാസത്തിൽ. നിർഭാഗ്യവശാൽ ഇന്ന് ആരും ഇത് ഓർഡർ ചെയ്ത ആളെ ഓർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് പോലും ആർക്കെങ്കിലും അറിയാമോ എന്ന് സംശയമുണ്ട്. ഇത് ഗാന്ധിജിയുടെ പേരിലാണ് ഈ 7 സോഷ്യൽ ഈവിൾസ് എന്നും 7 സോഷ്യൽ സിൻസ് എന്നും പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഇതിനേക്കാൾ സമഗ്രമായി ഈ സാമൂഹ്യ തിന്മകളുടെ നാനാവശങ്ങളെ വളരെ അർത്ഥവത്തായി സൂചിപ്പിക്കുന്ന ഒരു ക്രോഡീകരണം, ഒരു ഫോർമലൈസേഷൻ നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനത്തെ പ്ലഷർ വിത്തൗട്ട് കോൺഷ്യൻസ് എന്ന് പറയുന്നതിനെ അധികരിച്ചാണ് ഇന്ന് മുഖ്യമായും ഞാനിവിടെ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ 3 മഹാതൃഷ്ണകൾ എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ 3 മഹാതൃഷ്ണകൾക്ക് ഇരകളായി തീർന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്.
അതിലൊന്ന് ഏറ്റവും പ്രധാനമായത് അധികാരത്തോടുള്ള മനുഷ്യൻ്റെ ആസക്തി എന്ന് പറയുന്നതാണ്. അതിന് തൃഷ്ണ എന്നുള്ള വാക്ക് ഭഗവാൻ ബുദ്ധൻ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. പാലി ഭാഷയിൽ തൻഹ എന്ന് പറയുന്ന തീവ്രമായ അദമ്യമായ ഒരു അഭിവാഞ്ചയ്ക്കാണ്, തടുത്തു നിർത്താനാവാത്ത ഒരു തീവ്രമായ അഭിലാഷത്തിനാണ് നമ്മൾ തൃഷ്ണ എന്ന് പറയുന്നത്. ഒരുതരം ആസക്തിയാണത്, തീവ്രമായ ആസക്തിയാണ് അധികാരത്തോടുള്ള ആസക്തി എന്ന് പറയുന്നത്. അത് അധികാരം ലഭിക്കണമെന്നില്ല, അധികാരത്തിന് താല്പര്യമുണ്ടായാൽ തന്നെ മനുഷ്യൻ എന്ത് അധാർമികതയും ചെയ്യാൻ മടിക്കാത്ത തരത്തിൽ അധികാരത്തോടുള്ള ഈ ആസക്തി, തൃഷ്ണ ഇന്ന് മനുഷ്യനെ ഒരു ബാധയായി കൂടിയിട്ടുള്ളത് നമുക്ക് ചുറ്റും എവിടെ നോക്കിയാലും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഗ്രാമീണ തലം മുതൽ നമ്മുടെ തലസ്ഥാനം വരെ, ഇന്ദ്രപ്രസ്ഥം വരെ ഇത് വളർന്ന് പന്തലിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ധനത്തോടുള്ള തൃഷ്ണ എന്ന് പറയുന്നത്, ധനത്തോടുള്ള ആസക്തി, എങ്ങനെയും പണമുണ്ടാക്കണം, ഏത് അധാർമിക മാർഗത്തിൽ കൂടിയും പണമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യം. നമ്മൾ ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തുന്ന ആളുകളെ നമ്മൾ പിടിക്കുകയും ശിക്ഷിക്കുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്യും. ഞങ്ങളുടെ ഗുരുനാഥനായിരുന്ന അയ്യപ്പ പണിക്കർ സാറിൻ്റെ ഒരു കവിതയുണ്ട്. തിരുമേനി അക്കിത്തത്തിൻ്റെ കവിത ചൊല്ലിയതുകൊണ്ട് ഞാൻ അയ്യപ്പ പണിക്കർ സാറിൻ്റെ ഒരു കവിത ഈ സന്ദർഭത്തിൽ ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, വെറുമൊരു മോഷ്ടാവായോരെന്നെ നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ. ഒരു കോഴി മോഷ്ടിച്ചു, അല്ലെങ്കിൽ വിശപ്പടക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സാധനം മോഷ്ടിക്കുന്ന ആളെ നമ്മൾ കള്ളൻ എന്ന് വിളിക്കുകയാണ്. വെറുമൊരു മോഷ്ടാവായോരെന്നെ നിങ്ങൾ കള്ളനെന്ന് വിളിച്ചില്ലേ. അതൊരു ചൊൽക്കാഴ്ചയായിട്ട് നെടുമുടി വേണു അവതരിപ്പിച്ചത് കണ്ടത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഇവിടെ വലിയ തോതിൽ ധീരവ് മോദിയെപ്പോലെ, വിജയ് മല്ലയ്യയെപ്പോലെ 10,000 കോടി രൂപ മോഷ്ടിക്കുന്നവരെ നമ്മൾ തട്ടിപ്പുകാർ എന്നാണ് വിളിക്കുന്നത്. ഒരു തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത്. 50 രൂപ മോഷ്ടിക്കുന്നയാളെ നമ്മൾ കള്ളൻ എന്ന് വിളിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. ധനത്തോടുള്ള മോഹം നമ്മൾ എവിടെ എത്തിക്കുന്നു എന്ന് നമുക്കിന്ന് കാണാം. മോഷണത്തിൻ്റെ കഥകളാണ്, വലിയ വലിയ തട്ടിപ്പുകളുടെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്രയധികം ആർത്തി ഈ പണത്തോട് ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. മൂന്നാമത്തത് ഈ ഐന്ദ്രിയ സുഖങ്ങൾ. സുഖം എന്ന് നമ്മൾ പറയുന്നത് ഐന്ദ്രിയ സുഖങ്ങളാണ്. മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളുണ്ട്, പഞ്ചഭൂതങ്ങൾ രൂപാന്തരപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ് ഈ പഞ്ചഭൂതങ്ങൾ. അതുകൊണ്ട് ഭൗതിക വസ്തുക്കളോട് മനുഷ്യ ശരീരത്തിനും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു താല്പര്യമുണ്ടാവുക എന്ന് പറയുന്നത് സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും തീവ്രഭാവമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും സ്പഷ്ടമായി, ഏറ്റവും പ്രകടമായി, ഏറ്റവും അപകടകരമായി നമ്മൾ കാണുന്നത് ഈ ലഹരിയുടെ ഉപയോഗത്തിൽ ആണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ അഡിക്ഷൻ ദൗത്യം നിർവഹിക്കുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി അച്ഛൻ ഇവിടെ വായിച്ച റിപ്പോർട്ടിൽ എന്താണ് ഈ അഡിക്റ്റീവായിട്ടുള്ള മദ്യവും മയക്കുമരുന്നുകളും നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്ന അപകടം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ട്, നിങ്ങളത് ശ്രവിച്ചതുകൊണ്ടും ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നതിന് ഇപ്പോൾ സമയമെടുക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മളിവിടെ തിരുമേനി സൂചിപ്പിച്ചതുപോലെ നമ്മൾ കേരളത്തെപ്പറ്റി വളരെ അഭിമാനിക്കുന്നവരാണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിനെപ്പറ്റി നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. നൊബേൽ സമ്മാനം കിട്ടിയ ആളുകൾ പോലും നമ്മുടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിനെ പറ്റി പ്രത്യേകമായിട്ട് പഠിച്ച് പ്രബന്ധങ്ങൾ എഴുതിയിട്ടുള്ളത് നമ്മളിൽ പലരും ഒരുപക്ഷെ വായിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഈ നാട്, 100% സാക്ഷരതയുള്ള ഈ നാട്, എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ അധികം അഭിമാനിക്കുന്ന, ഒരുപക്ഷെ ദുരഭിമാനത്തിൻ്റെ ഒക്കോളം എത്തുന്ന അഭിമാനബോധമുള്ള മലയാളി, കേരളീയൻ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ആന്തരിക സ്വഭാവം, വ്യക്തിജീവിതത്തിൻ്റെ ആന്തരിക സ്വഭാവം എന്താണ് നമ്മളുടെ ധാർമ്മികത എന്നുള്ളതിനെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് അത്രയധികം സന്തോഷവും അഭിമാനവും തോന്നാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ മദ്യപാനത്തിൻ്റെ കാര്യം ആ റിപ്പോർട്ടിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ മദ്യ ഉപഭോഗം കേരളത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിൽ അഭിമാനിക്കാൻ എന്തെങ്കിലുമുണ്ട്. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലിക്കർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് കേരളത്തിലാണെന്ന് പറഞ്ഞാൽ അതിൽ അഭിമാനിക്കാനല്ലോ ഉണ്ട്. ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ഒരു പ്രദേശം
കേരളമാണെന്ന് പറഞ്ഞാൽ അതിലെന്താണ് അഭിമാനിക്കാനായിട്ടുള്ളത്? ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആന്തരിക ജീവിതത്തിന്, നമ്മുടെ ധാർമ്മിക ജീവിതത്തിന് എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈയിടെ ഒരാൾ ഞാൻ അവസാനം പറയാൻ പോകുന്നത് ഈ എന്താണ്, ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാമൂഹ്യ മാധ്യമങ്ങളെ പറ്റിയാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എനിക്കൊരാളൊരു സന്ദേശം അയച്ചു തന്നു. ഒരു ഫോർവേഡ് ചെയ്ത സന്ദേശമാണ്. അതിനകത്ത് മദ്യത്തെപ്പറ്റി പറയുന്ന ഒരു പോസ്റ്ററിൻ്റെ കോപ്പിയാണ്, ഒരു ഫോട്ടോ കോപ്പിയാണ് അയച്ചത്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: എന്താണ് മദ്യം ചെയ്യുന്നത്? മദ്യം ഒരു മനുഷ്യൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ്റെ പണം മാറ്റുന്നു, നീക്കം ചെയ്യുന്നു. അവരുടെ ശരീരത്തിൽ നിന്ന് ആരോഗ്യം നീക്കം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് ഭർത്താവിനെ അകറ്റുന്നു, മക്കളിൽ നിന്ന് അച്ഛനെ അകറ്റുന്നു, കുടുംബത്തിൽ നിന്ന് സമാധാനം അകറ്റുന്നു, ജീവിതത്തിൽ നിന്ന് സന്തോഷം അകറ്റുന്നു, ആത്മാവിൽ നിന്ന് നിത്യജീവനെ അകറ്റുന്നു. ഇതാണ് എഴുതി അയച്ചിട്ടുള്ള കാര്യം. വളരെ ലളിതമായും വളരെ സമഗ്രമായും മദ്യത്തിൻ്റെ അപകടം സൂചിപ്പിക്കുന്ന ഒന്നാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു. അതിലേറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അത് ശരിയായാൽ ഒരു പക്ഷേ ബാക്കി കാര്യങ്ങൾ ശരിയായേക്കുമെന്നാണ്. ഇങ്ങനെ ഈ നാട്ടിൽ മദ്യം ലഭ്യമാവുകയും, കേരളം പോലുള്ളൊരു പ്രദേശത്ത്, ഞാനൊരു പ്രദേശത്തെപ്പറ്റി സ്പെസിഫിക്കായിട്ട് പറയുകയാണ്, ഇത് കേരളം മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല ഇത്. നമുക്കതൊന്നും കേരളത്തിൻ്റെ ഒരു പ്രശ്നമാണെന്ന് അങ്ങനെയല്ല ഇത്. ലോകാരോഗ്യ സംഘടനയ്ക്ക് അവരുടെ എല്ലാ വർഷവും യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും അപകടത്തെപ്പറ്റി പഠിക്കുന്നതിന് ഒരു പ്രത്യേക ഓഫീസ് തന്നെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ഡ്രഗ് ആൻഡ് ക്രൈം എന്നാണ് ആ ഓഫീസിൻ്റെ പേര്. അവരെല്ലാ വർഷവും ഇതേപ്പറ്റിയിട്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. അത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ അത് കിട്ടുന്നതാണ് എല്ലാ വർഷത്തെയും. ഒരു വർഷം പഴക്കമുള്ള കണക്കുകളായിരിക്കും. കാരണം ഈ കണക്കുകൾ ക്രോഡീകരിച്ച് അത് പ്രസിദ്ധീകരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും സമയമെടുക്കും. ആധികാരികമായി അത് ക്രമീകരിക്കുന്നതിന് വേണ്ടി ആ സമയമാണ് എടുക്കുന്നത്. ആ കണക്കുകൾ നോക്കിയാൽ, ഞാൻ ആ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് പറഞ്ഞ് നിങ്ങളുടെ സമയം കളയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഭയാനകമാണ് ഇതിൻ്റെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം എന്ന് പറയുന്നത് ഒരു മെനസ്സായിട്ട് മാറിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ തന്നെ അതൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കേരള സമൂഹം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹം എവിടെ നിൽക്കുന്നു ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും കാര്യത്തിൽ എന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. കാരണം നമ്മൾ ദൈവവിശ്വാസികളാണ്, എല്ലാ ആഴ്ചയിലും ആരാധന നടത്തുന്നവരാണ്, നിത്യം പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മൾ അരൂപയുടെ ഇടപെടലുകളിൽ വിശ്വസിക്കുന്നവരാണ്. എന്താണ് നമ്മുടെ ഇടയിലുള്ള മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും സ്ഥാനം എന്ന് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പണ്ട് തന്നെ ഒരു 10 വർഷം മുമ്പ്, ഞാൻ ഒരു 15 വർഷക്കാലം ഏകദേശം പൂർണ്ണ സമയം, എൻ്റെ അധ്യാപന വൃത്തി കഴിഞ്ഞിട്ടുള്ള മുഴുവൻ സമയവും ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പ്രൊഫസർ മന്മഥനോടൊപ്പം ജി കുമാരപിള്ളയോടൊപ്പം ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ ഇതിന് ശേഷം ഒരുപക്ഷെ ഇതിൽ സപ്ലിമെൻ്ററി ആയിട്ട് സംസാരിക്കുന്ന ജോസ് പാറക്കടവിലും സിസ്റ്റർ ജോവനുമൊക്കെ ആ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കേരളം ഒരു ആൽക്കഹോളിക് സൊസൈറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നു അതിവേഗം. എന്താണ് ഒരു ആൽക്കഹോളിക്? ഒരു വ്യക്തിയെപ്പറ്റി നമ്മളൊരു ആൽക്കഹോളിക് ആണെന്ന് പറയുമ്പോൾ ആൽക്കഹോളിൻ്റെ അഭാവത്തിൽ ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ മെയിൻ ഫ്യൂവൽ എന്ന് പറയുന്നത് ആൽക്കഹോളായിട്ട് വരുന്നു. മദ്യം കഴിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കും, ചുവടുറയ്ക്കില്ല, ഇങ്ങനെ വേച്ച് നടക്കേണ്ടി വരും, ഒന്നും ചെയ്യാൻ സാധിക്കില്ല, കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിരാവിലെ തന്നെ മദ്യം കഴിക്കാൻ ആരംഭിക്കുന്ന, അതിനാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. ഡിപ്പെൻഡൻസി സിൻഡ്രോം എന്ന് നമ്മൾ സാങ്കേതികമായിട്ട് മനഃശാസ്ത്രത്തിൽ പറയും. നമ്മുടെ സമൂഹം ഏകദേശം അങ്ങനെയായിട്ടില്ലേ? മദ്യമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമൂഹ്യ ചടങ്ങ് ഇന്ന് പൂർണ്ണമാകും, അത് സന്തോഷകരമാകുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? നമ്മുടെ കൂദാശകളെടുക്കുക, ക്രിസ്തീയ കൂദാശകളെടുക്കുക. ഒരു മാമോദീസയാകണമെങ്കിൽ, ഒരു വിവാഹം അത് പൂർണ്ണമാകണമെങ്കിൽ, ശവസംസ്കാരത്തിൽ പോലും മദ്യം വിളമ്പുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പോൾ മദ്യമില്ലാതെ ഈ സമൂഹത്തിന്
അതിൻ്റെ പൊതു ചടങ്ങുകളും ആചാരങ്ങളും നിർവഹിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ സമൂഹം ഒരു ആൽക്കഹോളിക് സമൂഹമായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ വരുന്നതാണ് നമ്മൾ ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്, മയക്കുമരുന്ന് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിൽ ഇതിന് മുമ്പിരുന്നൊരു ഭരണകൂടം മദ്യത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയും അതിൻ്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പുതിയൊരു ഭരണ സംവിധാനം വന്നു. ആ ഭരണ സംവിധാനം പറയുന്നത് ഞങ്ങൾ മദ്യനിരോധനത്തിൽ വിശ്വസിക്കുന്നില്ല, മദ്യവർജനത്തിലാണ് വിശ്വസിക്കുന്നത്. ക്രൈസ്തവ സഭകളും അധികവും മദ്യവർജനമാണ് പറയുന്നത്, മദ്യനിരോധനമല്ല പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലൊരു കൺവെർജൻസ് ഉണ്ട്, ഒരു യോജിപ്പുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഇവിടെ പുതിയ ഇത് ഉദാരമാക്കുകയും മദ്യനയം ഉദാരമാക്കുകയും ധാരാളം പുതിയ ബാറുകളുമൊക്കെ തുറക്കുകയുമാണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ഞാനതിൻ്റെ രാഷ്ട്രീയത്തെ പറ്റിയല്ല പറയുന്നത്, സംഭവം അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2 ന്യായങ്ങളാണ് അന്ന് അവർ പറഞ്ഞത്. അതിലൊന്ന്, ഈ മദ്യത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വ്യാപകമായി കടന്നു വരുന്നു എന്നുള്ളതാണ്. മദ്യം ലഭ്യമല്ലാതായാൽ, പ്രൊഹിബിഷൻ ഏർപ്പെടുത്തിയാൽ, മദ്യം ഉപയോഗിക്കുന്നതിന് പകരം ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങും. മയക്കുമരുന്ന് മദ്യത്തേക്കാൾ വലിയ അപകടമായതുകൊണ്ട് ഇത് വലിയ അപകടം ഒഴിവാക്കി ചെറിയ അപകടത്തിൻ്റെ വാതിലുകൾ, കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നു എന്നാണ് അന്ന് നമ്മളോട് ഈ ഭരണകൂടം പറഞ്ഞത്, ന്യായമായി പറഞ്ഞത്. ഇതിലെന്താണ് വാസ്തവമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ, അത് ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഈ കണക്കുകളുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കുകളുണ്ട്. ആ കണക്കുകൾ നമ്മൾ നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ചെലവാകുന്ന രാഷ്ട്രങ്ങൾ, ഇപ്പോൾ റഷ്യ ഉദാഹരണം, ഏറ്റവും കൂടുതൽ പ്രത്യേകതരം ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, അവരുടെ സ്ഥിതിവിവര കണക്കുകൾ വരുന്നത് ഓരോ പ്രത്യേക വിഭാഗം മയക്കുമരുന്നുകളായിട്ട് തിരിച്ചാണ്, കൺസോളിഡേറ്റഡ് ആയിട്ടല്ല. ഇപ്പോൾ കൊക്കൈൻ ഉപയോഗിക്കുന്നവർ, മരിജുവാന ഉപയോഗിക്കുന്നവർ, അങ്ങനെയാണ് അവർ പറയുന്നത്. ഓരോ പ്രദേശത്തെ ആളുകൾക്ക് ഓരോ തരം ലഹരി പദാർത്ഥങ്ങളോടാണ് താല്പര്യം. അപ്പോൾ നമ്മൾ പൊതുവെ നോക്കിയാൽ അമേരിക്ക, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഈ രാജ്യത്ത് എവിടെയെങ്കിലും മദ്യത്തിൻ്റെ ലഭ്യതയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള രാജ്യമാണ്? നിങ്ങൾക്കറിയാം, അമേരിക്കയിലേക്ക്, ലറ്റിൻ അമേരിക്കയിൽ നിന്ന് കൊളംബിയ, ഈക്വദോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന്, കൊളംബിയയാണ് പ്രത്യേകിച്ചും, ഉള്ള മയക്കുമരുന്ന് പോകുന്നത് മുഴുവൻ അമേരിക്കയിലേക്കാണെന്ന് നിങ്ങൾക്കറിയാം. അത് സാധാരണ രീതിയിൽ തടയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അവിടെ ഒരു മതിൽ പണിയുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും സെനറ്റും അതുപോലെ കോൺഗ്രസുമായി കലാപത്തിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടി വരുന്നത്. അമേരിക്കയിൽ മദ്യത്തിന് യാതൊരു ദൗർലഭ്യമുള്ള സ്ഥലമല്ല, പക്ഷേ അവിടെയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്നത്. റഷ്യയിൽ മദ്യത്തിന് യാതൊരു ക്ഷാമവുമുള്ള സ്ഥലമല്ല, അവിടെയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽക്കുന്നത്. അതുകൊണ്ട് മദ്യമില്ലാതാകുമ്പോഴാണ്, കുറയുമ്പോഴാണ് മയക്കുമരുന്ന് കടന്നു വരുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു വസ്തുതയുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ സമകാലിക അനുഭവം നിങ്ങൾ പരിശോധിക്കുക. ഇപ്പോൾ ഇവിടെ മദ്യത്തിന് യാതൊരു ദൗർലഭ്യവുമില്ലല്ലോ. ഇല്ലാതിരുന്നിട്ടും ഇവിടെ ദിനം പ്രതി പിടിക്കപ്പെടുന്ന മയക്കുമരുന്നുകളുടെ അളവ് കണ്ടാൽ നമ്മൾ വിസ്മയിച്ചു പോകില്ലേ സുഹൃത്തുക്കൾ? ഇതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ലഹരിയുടെ ഒരു തരം ഗ്രാജുവേഷൻ ആണ് ഈ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിലേക്കുള്ള നീക്കം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. മദ്യം ഉപയോഗിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ, മദ്യത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ലഹരി അനുഭവങ്ങൾ, സൈക്കഡെലിക് ആയിട്ടുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത് മദ്യം ഉപയോഗിച്ചൊരു ഘട്ടം കഴിയുമ്പോൾ സ്വാഭാവികമായും ഏത് സമൂഹവും, അത് ഉപയോഗിക്കുന്ന സമൂഹം അതിൻ്റെ അടുത്ത തലത്തിലേക്ക് നീങ്ങുന്നതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു അഭിവാഞ്ചയുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് മദ്യം ഉപയോഗിക്കുന്നവർ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തീവ്രതരമായ ലഹരിയിലേക്ക് നീങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് മദ്യത്തിന് അനുകൂലമാണ്, മയക്കുമരുന്നിനെതിരാണ് എന്നുള്ള ഒരു കാപട്യം നമ്മൾ നമ്മുടെ നാട്ടിൽ കാണും. ഞാൻ കോട്ടയം യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരിക്കുമ്പോൾ കോട്ടയത്തെ ഈ പോലീസ് വകുപ്പുകാർ വന്ന് ഒരു കൂട്ടയോട്ടം, മയക്കുമരുന്നിനെതിരെ ഒരു കൂട്ടയോട്ടം നടത്താനായിട്ട് വരിക. അത് ഒരു പ്രത്യേക ടീഷർട്ടൊക്കെ ആരോ സ്പോൺസർ ചെയ്തിട്ട് ഒരറ്റം മുതൽ 2 കിലോമീറ്റർ മീഡിയക്കാരെയൊക്കെ വിളിച്ച് ഒരു കൂട്ടയോട്ടം നടത്തുകയാണ്. ഇവരെല്ലാവരും നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തലേ ദിവസത്തെ മദ്യത്തിൻ്റെ ഒരു മണം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. മദ്യം കുഴപ്പമില്ലെന്നും
മയക്കുമരുന്ന് മാത്രമാണ് അപകടമെന്നും പറയുന്നതിൽ വാസ്തവത്തിൽ ഒരു സത്യമില്ലായ്മയുണ്ട്, അതിനകത്തൊരു കാപട്യമുണ്ടെന്ന് പറയാതിരിക്കാനായിട്ട് ഒക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പറയുന്നതാണ്, മദ്യം നിരോധിച്ചിട്ട് എവിടെയും അത് വിജയിച്ചിട്ടില്ല. ഉദാഹരണം അമേരിക്ക എന്ന് പറയും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അമേരിക്കയിൽ മദ്യനിരോധനം പരാജയപ്പെട്ടതല്ല, പരാജയപ്പെടുത്തിയതാണ് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളോടുകൂടിയ എത്രയോ പഠനങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പുതിയ പുതിയ ലേഖനങ്ങൾ ഗവേഷകന്മാർ എഴുതുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗൂഗിൾ ഗുരുവാണല്ലോ, ഗൂഗിൾ ഗുരുവിനോട് ചോദിക്കുക എങ്ങനെയാണ് പ്രോഹിബിഷൻ അമേരിക്കയിൽ പരാജയപ്പെട്ടതെന്ന്. അപ്പോൾ പരാജയപ്പെട്ടതല്ല, പെടുത്തിയതാണ് എന്നുള്ളതിന് വ്യക്തമായ വിവരങ്ങൾ തരുന്ന ദീർഘകാലത്തെ മാഫിയ പ്രവർത്തനത്തിൻ്റെ, ആസൂത്രിത മാഫിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അമേരിക്കയിൽ മദ്യനിരോധനം പരാജയമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് സാധിച്ചത്. ഭരതൻ കുമരപ്പ 1949 ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഭരതൻ കുമരപ്പ 1949 തന്നെ ഇതേപ്പറ്റി ഒരു ലേഖനം എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മദ്യം നിരോധിച്ചാൽ ഇത് പരാജയപ്പെടുമെന്നുള്ളതിന് അമേരിക്ക ദൃഷ്ടാന്തമാക്കി പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. ഗുജറാത്തിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നോളം മദ്യനിരോധനമുള്ള സ്ഥലമാണ്. അവിടെ മദ്യം കിട്ടും, ചെറിയ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ. ഞാൻ 4 വർഷം തുടർച്ചയായി അഹമ്മദാബാദിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ സേവനമനുഷ്ഠിച്ചയാളാണ്. ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളയാളാണ്. അഹമ്മദാബാദ് സിറ്റിയിലെ ചേരികളിലാണ് മദ്യം കിട്ടുന്നത്. അതും പ്രധാനമായിട്ടും കിട്ടുന്നത് ഇലക്ഷൻ സമയത്താണ്. ഇലക്ഷൻ സമയത്ത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ആളുകളെ മയക്കുന്നതിന് വേണ്ടി മദ്യം കൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വ്യാപകമായ തോതിൽ ഞാൻ ഒരു കണക്ക് മാത്രം ഈ സദസ്സിനോട് പറയാം, പ്രൗഢമായ സദസ്സിനോട് പറയാം. അവിടുത്തെ യുവാക്കളുടെ ഇടയിൽ മദ്യപിക്കുന്നവരുടെ എണ്ണം 10% കുറവാണ് ഇപ്പോഴും യുവാക്കളുടെ ഇടയിൽ. അതും നഗരം കേന്ദ്രീകരിച്ചാണ്. അതും അതിസമ്പന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ യുവാക്കളാണ് മദ്യപിക്കുന്നവരായിട്ടുള്ളത്. ഗ്രാമങ്ങളിൽ മദ്യമെന്ന് പറയുന്നത് കേൾവി പോലുമില്ലാത്ത ഒരു കാര്യമായി തീർന്നു. ഗ്രാമങ്ങളിലെ യുവാക്കളിൽ 1% പേര് പോലും കുടിക്കുന്നവരില്ലാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതൊരു ടാബു ആയി കഴിഞ്ഞു ഏകദേശം അഹമ്മദാബാദിൽ. അതുകൊണ്ട് ഇത് നിശ്ചയദാർഢ്യത്തോടു കൂടി നടപ്പാക്കാമെന്നുണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ കാര്യത്തെപ്പറ്റി ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ബോധവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ മദ്യത്തിൽ നിന്ന് വിമോചിപ്പിക്കാനായിട്ട് സാധിക്കുമോ? ബോധവൽക്കരിച്ചുകൊണ്ട് കേരളത്തിൽ ആരെയാണ് നമ്മൾ ബോധവൽക്കരിക്കുന്നത്? തിരുമേനി, ആർക്കാണിത് അറിഞ്ഞുകൂടാത്തത്? മദ്യവും മയക്കുമരുന്നും അപകടമാണ്. അത് മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും അപകടം ചെയ്യുന്നതാണെന്നും മനസ്സിലാക്കാത്ത ആരാണ് കേരളത്തിലുള്ളത്? എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരും വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മൾ ഈ മദ്യം ഉപയോഗിക്കുന്നത്? അപ്പോൾ ബോധവൽക്കരണത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു ബലഹീനതയുടെ കൂടി പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. വലിയൊരു ടെംപ്റ്റേഷനായിട്ട് മദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയും അത് സുലഭമായിട്ട് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ബലഹീനനായ മനുഷ്യൻ ചില പ്രത്യേക വിഷമസന്ധികളിൽ ആ മദ്യത്തിലേക്ക് തിരിയുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മളുടെ ഭരണകൂടമൊക്കെ നമ്മളോട് പറയുന്നത് മദ്യനിരോധനം സാധ്യമല്ല, മദ്യനിയന്ത്രണം സാധ്യമല്ല, മദ്യവർജനം, ആളുകളെ ബോധവൽക്കരിച്ച് മദ്യത്തിൽ നിന്ന് മാറ്റാം എന്ന് പറയുമ്പോൾ ഒരു ഐദർ ഓർ ഒരു പൊസിഷനാണ് അവരെടുക്കുന്നത്. അതൊരു ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കാൻ പഠിക്കുന്നത്. ഒന്നുകിൽ മദ്യവർജനം അല്ലെങ്കിൽ മദ്യനിരോധനം. അങ്ങനെയല്ലാതെ ഇത് രണ്ടും കൈകോർത്ത് പരസ്പര പൂരകമായി പ്രവർത്തിക്കേണ്ടതാണ്. നമ്മൾ ഒരു ഭാഗത്ത് ആളുകളെ ബോധവൽക്കരിക്കുകയും അതേ സമയത്ത് അവരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിൽ മദ്യം അവൻ്റെ സമീപത്ത് സുലഭമായി കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ഈ അപകടത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മദ്യത്തിനെതിരെ ബോധവൽക്കരണം നടത്താത്ത ആരാണുള്ളത്? ലോകത്തിലെ എല്ലാ മതങ്ങളും, ചണ്ടാല മതങ്ങൾ ഒഴികെ എല്ലാ മതങ്ങളും മദ്യത്തിനെതിരെ പ്രബോധനങ്ങൾ നടത്തുന്നവരാണ്. നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും പൗരാണിക ഗ്രന്ഥമായ അഷ്ടാംഗഹൃദയം നോക്കിയാൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മദ്യം കുടിക്കരുത്, കലഞ്ചം ഭക്ഷിക്കരുത്. കലഞ്ചം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നാണ്. ന മദ്യം പിബേത് ന കലഞ്ചം ഭക്ഷേത്ത് എന്ന് പറയുന്നുണ്ട്. എല്ലാ മതവും മദ്യത്തിനെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ വേദോസം വായിച്ചല്ലോ, എനിക്ക് കൂടുതൽ വാക്യങ്ങൾ വേണമെങ്കിൽ സദൃശവാക്യങ്ങൾ മാത്രമല്ല എത്രയോ വാക്യങ്ങൾ ഉദ്ധരിക്കാനായിട്ട് സാധിക്കും. ഇത് എന്തെന്ന പരിശുദ്ധാത്മാവിൻ്റെ ആവാസ സ്ഥലമാണ് ഈ ദേഹം എന്ന് പറയുന്നത്. ഇതിനെ പരിശുദ്ധിയോടുകൂടി സൂക്ഷിക്കണം. നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം ദൈവഹിതത്തിൻ്റെ നിവൃത്തിക്കായിട്ട് വരണം എന്നൊക്കെ സെൻറ്റ് പോൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇതെല്ലാമായിട്ടും എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്?
നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രബോധനം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആളുകളെ ഉപദേശിച്ച് മാത്രം, ബോധവൽക്കരിച്ച് മാത്രം ഈ തിന്മയിൽ നിന്ന് രക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ അതൊരു വെറും വ്യാമോഹം മാത്രമാണ്. ഒരു ഭാഗത്ത് ബോധവൽക്കരണവും മറുഭാഗത്ത് മദ്യത്തിൻ്റെ ലഭ്യതയും സുലഭമായി നിന്നാൽ നിശ്ചയമായിട്ടും ബലഹീനനായ മനുഷ്യൻ പ്രലോഭനങ്ങളുടെ സന്ദർഭത്തിൽ ഈ അപകടത്തിലേക്ക് നിബന്ധിക്കുകയാവും ഫലം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഐദർ ഓർ നിലപാട് വിട്ടിട്ട് നിരോധനവും അതുപോലെ തന്നെ ഇതിൻ്റെ ലഭ്യത കുറയ്ക്കുന്നതിന് വേണ്ടി നിയമപരമായ നടപടികൾ എടുക്കുകയും അതേസമയത്ത് മനുഷ്യനെ ബോധവൽക്കരിക്കുകയും ഒരേ സമയം ചെയ്താലല്ലാതെ ഈ സമൂഹത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു നിയമം പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് നിരാകരിക്കേണ്ടതാണ് എന്നെവിടെയെങ്കിലും പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ? നമ്മളിപ്പോൾ കൊലപാതകത്തിനെതിരായിട്ട് 10 കൽപ്പനകളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, കൊല ചെയ്യരുത്, കൊലപാതകം ചെയ്യരുതെന്ന് പറയും. എല്ലാ രാജ്യങ്ങളും, ആധുനിക രാജ്യങ്ങളും കൊലപാതകത്തെ നിരോധിച്ചിട്ടുണ്ടല്ലോ. അതിന് കഠിന ശിക്ഷ കൊടുക്കുന്ന, തൂക്കിക്കൊല ഉൾപ്പെടെയുള്ള ശിക്ഷ കൊടുക്കുന്ന തരത്തിൽ കൊലപാതകം നിരോധിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് കൊലപാതകം അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നിയമം പരാജയമല്ലേ? കൊലപാതകത്തെ ശിക്ഷ അർഹിക്കുന്ന നിയമമാക്കിയത് പരാജയമല്ലേ? നിരന്തരം എല്ലാ ദിവസവും ലോകത്തെല്ലായിടത്തും കൊലപാതകങ്ങൾ നടക്കുന്നു. ഈ നിയമം പരാജയമായതുകൊണ്ട് ഇത് പിൻവലിക്കുന്നുണ്ടോ? കൊലപാതകം നിയമവിധേയമാക്കുക, റേഷൻ വെച്ച് ഇത്രയാളെ കൊല്ലാം, അതിൽ കൂടുതൽ പാടില്ല എന്ന് പറഞ്ഞ് ഈ നിയമം ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ തന്നെ എന്തിനാണ് അതിന് ശിക്ഷ വയ്ക്കുന്നത്? ശിക്ഷ വയ്ക്കുന്നത് ആ നിയമം ലംഘിക്കപ്പെടും എന്ന് സുവ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്. എല്ലാ നിയമത്തിനും അത് ലംഘിച്ചാൽ ഒരു ശിക്ഷ കൂടി നിഷ്കർഷിച്ചുകൊണ്ടാണ് ഒരു നിയമം കൊണ്ടുവരുന്നത്. കാരണം മനുഷ്യ സ്വഭാവത്തിൽ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ടൊരു നിയമം ലംഘിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് പരാജയമാണെന്നും അതുകൊണ്ട് പിൻവലിക്കുകയും അത് മാറ്റുകയും ചെയ്യണമെന്ന് പറയുന്നത് വാസ്തവത്തിൽ യുക്തിക്കോ ന്യായത്തിനോ നിരക്കുന്നതല്ല എന്ന് നമ്മൾ കാണേണ്ടതാണ്. അതുകൊണ്ട് ഇത് പരസ്പരം പൂരകമായി മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. അതുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടക്കണം. മദ്യവർജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രബോധനങ്ങളോടൊപ്പം ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഉണ്ടാകണം എന്ന് പറയുന്നത്. ഞാനിനി ഇതിൻ്റെ അടുത്ത ലഹരിയിലേക്ക് വരാം. അത് ഈ ഇൻ്റർനെറ്റിൻ്റെ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നതാണ്. ഇൻ്റർനെറ്റ് അഡിക്ഷൻ സാധാരണ സാങ്കേതികമായിട്ട് അതിനുപയോഗിക്കുന്ന വാക്ക് കമ്പൾസീവ് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് എന്നാണ്, അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് എന്നാണ് അതിന് പറയുന്നത്. CUI എന്ന് പറയും, അല്ലെങ്കിൽ PUI എന്ന് പറയും, പ്രോബ്ലമാറ്റിക് യൂസ് ഓഫ്. എന്താ അത്? നമ്മൾ കൂടുതൽ സമയം, അസാധാരണമായ സമയം നമ്മൾ ഈ സർഫിങ്ങിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ ഏത് ഉപകരണമാണ്, ഏത് യന്ത്രമാണ് ഉപയോഗിക്കുന്നതനുസരിച്ച്, കമ്പ്യൂട്ടറാകാം, അതല്ലെങ്കിൽ ഒരു ടാബാകാം, അതല്ലെങ്കിൽ iPad ആകാം, അല്ലെങ്കിൽ iPhone ആകാം. ഇതിലിങ്ങനെ വളരെ സമയം നമ്മളിങ്ങനെ ഇരിക്കുന്നതാണ് ഇതിനകത്തൊരു എന്തോ ഒരു പ്രോബ്ലമുണ്ട്, ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഉപയോഗത്തിൽ എന്ന് വരുത്തി തീർക്കുന്നത്. എന്താണ് നമ്മൾ സാധാരണ ചെയ്യുക ഇതിനകത്ത്? ഇതിൻ്റെ സ്വഭാവം ഞാൻ പറയുകയാണ്. മുഖ്യമായിട്ടും ഗെയിം കളിക്കുക എന്ന് പറയുന്നതാണ്. ഗെയിമിംഗ് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ കളികൾ, ഗെയിമുകളുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് എണ്ണി തീർക്കാൻ സാധിക്കാത്തത്ര തരം പുതിയ പുതിയ ഗെയിമുകൾ ഇങ്ങനെ എന്തെന്നാ പറയുക ഇതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചുകുട്ടികളത് വളരെ അനായാസം പഠിക്കുകയും അത് കളിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഗെയിമുകളിൽ തന്നെ പലതരം ഗെയിമുകളുണ്ടെന്നും നമുക്കറിയാം. അത് കളികൾ ഗെയിമായിട്ടുണ്ട്, റേസുകൾ ഗെയിമായിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് എന്ന് പറയുന്നതാണ് ഒന്ന് ഉള്ളത്. രണ്ടാമത് നമ്മൾ കാണുന്നത്, ഇതിനകത്ത് കാണുന്നത് ഈ ആപ്സ് ഉപയോഗിക്കുക. നമ്മൾ പിന്നെ പറയുന്നത് ഇൻ്റർനെറ്റിൽ തന്നെ എന്താണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുക, ട്വിറ്റർ ഉപയോഗിക്കുക, വാട്സപ്പ് ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ വേറൊരു സംഗതി എന്ന് പറയുന്നത്. ഇതിങ്ങനെ വളരെ സമയം നമ്മൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ക്രമേണ നമ്മൾ ഈ നെറ്റിലേക്കുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിനെപ്പറ്റി ധാരാളം പഠനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഈ മനുഷ്യൻ്റെ ഈ തലച്ചോറ്, ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു വളരെ വളരെ സങ്കീർണമായിട്ടുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഗവേഷണം നടക്കുന്നത് ബ്രെയിൻ സയൻസിലാണ്. നമ്മുടെ തന്നെ തൊട്ട് അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ബെർക്ക്ലി സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന, അവരുടെ ബ്രെയിൻ സയൻസ് സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന VS രാമചന്ദ്രൻ എന്ന് പറയുന്നയാളുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള 2 പുസ്തകങ്ങളുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പേര് പറയുകയാണ്. ഇത് ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്.
അതുപോലെ തന്നെ ടെൽ ടൈൽ ബ്രെയിൻ എന്ന് പറയുന്ന വളരെ പോപ്പുലറായിട്ട് വായിച്ചു പോകാവുന്ന പുസ്തകമാണ്. വളരെ സയൻറ്റിഫിക്കായിട്ട് ടെക്നിക്കലായിട്ട് എഴുതിയിട്ടുള്ളതല്ല. എന്താണ് ഈ തലച്ചോറിൻ്റെ സവിശേഷതകൾ, സങ്കീർണതകളെന്ന് സാധാരണക്കാർക്ക് ആക്കാവുന്ന തരത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അത് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടത് മാത്രം പറയുകയാണ്. ചില പ്ലഷർ സെൻറ്റേഴ്സ് എന്ന് പറയുന്നതുണ്ട് ബ്രെയിനിൽ. അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പല വ്യത്യസ്ത തരം സ്റ്റിമുലൻസാണ് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ചിലർക്ക് ലഹരി മരുന്നിൽ തന്നെ ചിലർക്ക് മരിജുവാന പുകയ്ക്കുമ്പോഴാണ് ഇത് വരുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് കഞ്ചാവ് പുകയ്ക്കുന്ന സമയത്തോ കൊക്കൈൻ ഉപയോഗിക്കുന്ന സമയത്തോ ആയിരിക്കും വരുന്നത്. നമുക്കറിയാമല്ലോ, ആളുകൾ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്ത ബ്രാൻഡ് മദ്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. അത് കഴിച്ചാലേ അവർക്ക് ശരിക്കുള്ളൊരു കിക്ക് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ബോഡി കെമിസ്ട്രിയുടെ ഒരു സവിശേഷത കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ മയക്കുമരുന്നുകളുടെ കാര്യത്തിലും ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലും നമ്മുടെ ഈ ബ്രെയിൻ സെൻറ്ററിൽ പ്ലഷർ സെൻറ്റേഴ്സ് എന്ന് പറയുന്നതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന പ്രത്യേക ഘടകങ്ങൾ ആ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനോട് ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഞാനൊരു നിരീക്ഷകൻ എന്നുള്ള നിലയിലും ഈ വിഷയം പഠിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ മാതാപിതാക്കൾക്ക് ഇതിൽ ഒരു വലിയ പങ്കുണ്ടെന്നുള്ളതാണ്. ഈ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഗെയിമിങ്ങിൻ്റെയും മറ്റും അഡിക്ഷൻ ഈ പുതിയ തലമുറയിൽ, ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞല്ലോ 10 വയസ്സ് ആണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ 10 വയസ്സുമല്ല അതിലുമൊക്കെ താഴെ പോയിട്ടുണ്ട് അതിൻ്റെ പുതിയ കണക്കനുസരിച്ച്. ഇതിനോടുള്ള നെറ്റ് അഡിക്ഷൻ എന്ന് പറയുന്നത്, ഈ പ്രോബ്ലമാറ്റിക് യൂസ് ഓഫ് ഇൻ്റർനെറ്റ് എന്ന് വരുന്നത് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ധാരാളം യാത്ര ചെയ്യുന്നയാളാണ്. ഈ യാത്രയിലൊക്കെ ഞാൻ കാണുന്നത് കൊച്ചു കുട്ടികളുമായിട്ട് പേരൻസ് വരുമ്പോൾ ഈ കുട്ടികൾ പല താല്പര്യങ്ങളുടെ പേരിൽ അവർ കുസൃതി ഉണ്ടാക്കും, കരയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് കുട്ടികൾ എന്തുകൊണ്ടാണ് കരയുന്നത് എന്നും മനസ്സിലാക്കി അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പരിശീലനത്തിൻ്റെ അഭാവമോ ഇന്നത്തെ മാതാപിതാക്കളിൽ ഒരു വലിയ ശതമാനത്തിൽ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് അവർ എളുപ്പത്തിൽ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള വഴി നോക്കും. ഉടനെ തന്നെ അവർ ടാബിൽ ഒരു ഗെയിം, നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒരു ശരാശരി വരുമാനം പോലും ഇല്ലാത്ത തൊഴിലാളി വർഗ കുടുംബത്തിൽ പോലും അവർ കുട്ടികൾ ഒരു 5, 6, 7 ഒക്കെ വയസ്സാകുമ്പോൾ ഒരു ടാബ് മേടിച്ചു കൊടുക്കും. അതില്ലാത്ത കുടുംബങ്ങൾ വളരെ കുറവാണ്. ഞാൻ ഈ യാത്രയിലൊക്കെ കാണുന്നുണ്ട്. ഉടനെ തന്നെ ഒരു ഇൻ്റർനെറ്റ് ഇതിനകത്തൊരു ഐഫോണിൽ ഒരു കളി, ഒരു ശബ്ദം ഉണ്ടാക്കൽ കൊണ്ട് കുട്ടികളത് പിടിക്കും. ഞാൻ ഈ അടുത്തിടെ ഞെട്ടിപ്പോയ ഒരു സംഗതി എന്ന് പറയുന്നത്, 1 വയസ്സ് പോലും ആകാത്ത ഒരു കുട്ടി വിമാനത്തിൽ ഞാനിങ്ങനെ പോകുമ്പോൾ ഭയങ്കരമായി കരയാണ്. അപ്പോൾ എയർ ഹോസ്റ്റസ്മാർ വരുന്നു, ഒരു രക്ഷയില്ല. അവസാനം ഈ കുട്ടി കരയുന്നത് ഈ അച്ഛൻ്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ കിട്ടിയപ്പോൾ കുട്ടിയുടെ കരച്ചിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി അതിനകത്ത് ഞെക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. മാതാപിതാക്കൾ അവർക്ക് ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ഇത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ ക്ഷണിക്കുകയും അങ്ങനെ കുട്ടികളെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാവുന്ന ഒരു ഉപകരണമായി ഇത് മാറ്റുകയും ചെയ്യുന്നത് വഴി ഈ കുട്ടികൾ ക്രമേണ ഇതിൻ്റെ അഡിക്റ്റായി മാറും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിൻ്റെ അഡിക്റ്റായി മാറും. ഇതാണ് ഒരു കാര്യം. രണ്ടാമത് അധ്യാപകർക്കുള്ള പങ്ക് എന്ന് പറയുന്നതാണ്. അധ്യാപകർ സ്വയം കാര്യങ്ങൾ കണ്ടുപിടിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അത് നിങ്ങൾ നെറ്റ് നോക്കിയാൽ മതി എന്ന് പറയും. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഞാൻ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ ഒരു ഐഫോണുമായിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. നമ്മുടെ ഒരു വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടനെ വെരിഫൈ ചെയ്യും അതിനകത്ത്, സാറ് പറഞ്ഞ് ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഒരു അര നിമിഷം കൊണ്ട് ഈ വാക്കുകളുടെ അർത്ഥമൊക്കെ നമുക്ക് ഗൂഗിളിൽ കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഇത് ടീച്ചേഴ്സ് പ്രോത്സാഹിപ്പിക്കും. പിന്നെ പ്രോജക്റ്റുകൾ എഴുതേണ്ടി വരുന്ന സമയത്ത് ആ പ്രോജക്റ്റുകൾ ഇപ്പോൾ അറിയാമല്ലോ, പ്ലേജിയറിസം എന്ന് പറയുന്നത്, അതായത് മറ്റുള്ളവർ എഴുതുന്നത് മോഷ്ടിച്ച് സ്വന്തമാക്കി പ്രസിദ്ധീകരിക്കുന്നത് ഇപ്പോൾ ഒരു വളരെ സാധാരണമായിട്ടുള്ള ഒരു പ്രയോഗ രീതിയായി വന്നിട്ടുണ്ട്. ഈ അടുത്തിടെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ആളുടെ ഒരു ലേഖനത്തിൻ്റെ ഒരു പ്രബന്ധത്തിൻ്റെ 80% മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞൊരു വിവാദമുണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. കട്ട് ആൻഡ് പേസ്റ്റ് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ടീച്ചേഴ്സ് പ്രേരിപ്പിക്കുകയാണ്. അവർ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം, അവർ വായിച്ച് കുട്ടികൾക്ക് ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവർ പറയുകയാണ് നിങ്ങൾ ഇന്ന സാധനങ്ങൾ നോക്കിയാൽ കിട്ടും എന്ന് പറഞ്ഞ്. നിങ്ങൾക്കറിയാം ഇന്നത്തെ വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ്റെ ഒരു ബാഹുല്യം എന്ന് പറയുന്നതുണ്ട്. അതിൽ നിന്ന് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് കുട്ടികളെ പഠിപ്പിക്കൽ തന്നെ വലിയൊരു പ്രശ്നമായി തീർന്നിരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ അധ്യാപകരും ഇതിനകത്ത്
ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾക്കറിയാം, ഇത് പോർണോഗ്രഫിയിലേക്കും സൈബർ ക്രൈം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അതിലേക്കും തിരിയും എന്നുള്ളതാണ്. നമ്മുടെ ചെറുപ്പക്കാർ ഇതുപയോഗിച്ച്, ഈ അഡിക്ഷൻ ഉപയോഗിച്ച്, ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗ്, വ്യാപകമായി ബ്ലാക്ക് മെയിലിംഗ് നടത്തുകയാണ്. അത് കുട്ടികളെ, ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളെ പ്രലോഭിപ്പിക്കുക, മോർഫിംഗ് നടത്തി കഴിഞ്ഞിട്ട് അവരെ എന്തെന്നാണ്, ഇപ്പോൾ ഒരു വാക്ക് തന്നെ ഉണ്ട്, നമ്മൾ ഈ പണം മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്നു, എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത് ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് സെക്സ്റ്റോർഷൻ എന്നാണ്. സെക്ഷുവലായിട്ട് ആളുകളെ ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക. നമ്മൾ വ്യാപകമായിട്ട് കേൾക്കുന്ന പരാതികളാണ്, സൈബർ ക്രൈം എന്നുള്ള പേരിൽ കേൾക്കുന്നതാണ്. ഇങ്ങനെ ഈ സമൂഹത്തിന് ഒരു വലിയ ഭീഷണിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇത് മനുഷ്യ വ്യക്തിയിലുണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള അപകടങ്ങൾ ഒരു ഭാഗത്ത്, അത് സമൂഹത്തിൽ ഒരു മാഫിയ ശൃംഖലയായിട്ട്, ഒരു സൈബർ ക്രൈം മാഫിയ എന്ന് പറയുന്ന ഒരു പുതിയ മാഫിയ സംഘം തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഇൻ്റർനെറ്റിലൊക്കെ വൈറസ് വരും. വൈറസ് വന്നു കഴിഞ്ഞിട്ട് ഈ വൈറസ് നമ്മുടെ പ്രോഗ്രാമുകളെ എല്ലാം തകർത്ത് കളയും. ഇങ്ങനെ വൈറസുകളെ സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയുണ്ട്, മാൽവെയർ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അത് ചില സോഫ്റ്റ്വെയർ കമ്പനികളാണ്, അവർ തന്നെ ഈ വൈറസുകളെ സൃഷ്ടിച്ച് ഈ ഇൻ്റർനെറ്റിൽ കൂടി അതിങ്ങനെ കടത്തിവിടും. അത് കടത്തിവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീനുകളൊക്കെ അത് തകർക്കുന്നതിന് മുമ്പ് നമുക്കൊരു വാർണിംഗ് വരും. അത് ഇവർ തന്നെയാണ് തരുന്നത്. ഇന്ന വൈറസ് ജോഷി വരാൻ പോകുന്നു, ഒരു വൈറസിൻ്റെ പേരായിരുന്നു ജോഷി വരാൻ പോകുന്നു, അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കയ്യിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ ഇവനെ നമുക്ക് തടുക്കാനായിട്ട് സാധിക്കും. ഞാനൊരിക്കൽ US-ലായിരുന്ന സമയത്ത് എൻ്റെ ഈ ഇമെയിൽ ഹാക്ക് ചെയ്തു. എൻ്റെ ഇമെയിൽ ഹാക്ക് ചെയ്ത വിവരം എൻ്റെ മകളാണ് എന്നെ വിളിച്ച് പറയുന്നത്, അച്ഛയുടെ ഇമെയിൽ ഹാക്ക് ചെയ്തിരിക്കുന്നു, ഉടനെ തന്നെ അത് നമ്മൾ ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പാസ്വേഡ് മാറ്റിയിട്ടൊന്നും രക്ഷയില്ല. എൻ്റെ ഈ അഡ്രസ്സ് മുഴുവൻ പോയി. ഞാൻ ഇൻ്റർനെറ്റ് എക്സ്പേർട്സിനെ നിയോഗിച്ചു, അവർക്ക് സാധിക്കുന്നില്ല റിട്രീവ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു പയ്യനാണത് റിട്രീവ് ചെയ്ത് തന്നത്. അപ്പോൾ എനിക്കൊരു മെസ്സേജ് വരുവാണ്, ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പം എനിക്ക് ബാങ് ആയിട്ടൊരു മെസ്സേജ് വരുവാണ്, നിങ്ങളുടെ കമ്പ്യൂട്ടറിനും ഫോണിനും തകരാറ് സംഭവിച്ചിരിക്കുന്നു, ഞങ്ങളത് ശരിയാക്കി തരാം. ഒരാഴ്ചത്തേക്ക് $100, 2 ആഴ്ചത്തേക്ക് $150, 3 ആഴ്ചത്തേക്ക് $200, ഇങ്ങനെ വരികയാണ്. ഇങ്ങനെയുള്ള ക്രൈം വ്യാപകമായിട്ട്. അപ്പോൾ എന്തു പറ്റും? നമ്മുടെ ചെറുപ്പക്കാരെ ഇവരാകർഷിക്കും ഇതിനകത്തേക്ക്, ഇത് ചേരാനായിട്ട്. അങ്ങനെ ഈ ഒരു ക്രൈം സർക്കിളിൽ, ഒരു മാഫിയ സർക്കിളിലേക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നമ്മളുടെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് ഇത് സാധിക്കുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും അഭിരുചികൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നതിനുള്ള സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് പല പ്രോഗ്രാമുകളിലും ഇംബഡഡ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനതിന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാം. നമ്മളൊരു പുസ്തകം, ഞാൻ ക്രിസ്റ്റോളജി വായിക്കുന്നയാളാണ്. അപ്പോൾ ഞാൻ ക്രിസ്റ്റോളജിയെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം സെർച്ച് ചെയ്യുവാണ്. ഞാൻ ഡൊമിനിക് ക്രോസാൻ്റെ ഒരു പുസ്തകം ഉദാഹരണത്തിന് അന്വേഷിക്കുമ്പോൾ ഉടനെ തന്നെ ഇവർ വരുന്നതെന്താണെന്നറിയാം, ആ പുസ്തകം കാണിച്ചിട്ട് പറയും, ഈ പുസ്തകം മേടിച്ചയാൾ താഴെ പറയുന്ന പുസ്തകങ്ങൾ കൂടി മേടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് എന്ന് പറയില്ലേ. നമ്മൾ ഈ സെയിൽസ്മാൻ വീട്ടിൽ വരുമ്പോൾ പറയില്ലേ, ഇവിടെ ഈ യന്ത്രം എന്ന് പറയുന്നത്, ഈ വാക്യൂം ക്ലീനർ ഈ അടുത്ത വീടുകളിലെല്ലാം മേടിച്ചു, സാറ് മാത്രമേ ഉള്ളൂ മേടിക്കാത്തത് എന്ന് പറഞ്ഞ് നമ്മളുടെ മനസ്സിൽ അസൂയയും അഭിവാഞ്ചയും ജനിപ്പിക്കുന്നത് പോലെ നമ്മളുടെ താല്പര്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനുള്ള സൂത്രങ്ങൾ ഈ പ്രോഗ്രാമുകളിൽ, സോഫ്റ്റ്വെയറുകളിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ പോസിറ്റീവായിട്ടുള്ളത് നെഗറ്റീവായിട്ടുള്ളത് നോക്കിയാൽ, നിങ്ങളൊരു ചെരുപ്പ് മേടിക്കുന്നതിന്, ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് വേറൊരു പ്രശ്നമാണ് ഇതിനകത്ത്. നിങ്ങൾ ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഒരു ചെരുപ്പിനാണ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ സെർച്ച് ചെയ്ത് ഏറ്റവും നല്ല ചെരുപ്പ് ഏതാണ് എന്ന് നോക്കിയെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് തുറക്കുമ്പോൾ ഒരു 10 ചെരുപ്പിൻ്റെ ഈ പരസ്യം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എന്താണ് കാരണം? നിങ്ങൾ ചെരുപ്പ് മേടിക്കാൻ താല്പര്യമുള്ള ആളാണെന്ന് അറിയുന്ന ഒരു സെൻറ്റർ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ മെഷീനിൽ നിന്ന് ഈ വിവരം ചോർത്തിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയധികം സാധ്യതകളും അപകടങ്ങളും പതിയിരിക്കുന്ന ഒന്നാണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പാട്ടിൻ്റെ കാര്യത്തിലും ഇങ്ങനെയാണ്. ഞാൻ സംഗീതത്തെ പറ്റി, ഞാൻ എൻ്റെ മെഡിറ്റേഷനിൽ പതിവായിട്ട് ഫ്ലൂട്ട് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ 50 തരം ഫ്ലൂട്ടുകൾ പ്രത്യക്ഷപ്പെടും. ഇതാണ് എന്ന് പറഞ്ഞു വരും. അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്.
ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വിമുക്തി നേടുക എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ വളരെ ബോധപൂർവം നമ്മൾ പാലിച്ചേ പറ്റൂ എന്നുള്ളതാണ്. ഒരു ഷോർട്ട് കട്ടുമില്ല ഇതിന്. ഇതെന്ന് ഞാൻ പറയുന്നത് ചില മോറൽ അബ്സല്യൂട്ട്സ് എന്ന് പറയുന്നതുണ്ട് ഇതിന്. പണ്ട് MRA എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. 1938 തുടങ്ങി 2001 വൈൻഡപ്പ് ചെയ്തൊരു സംഘടനയാണ് മോറൽ റിയാർമമെൻറ്റ് എന്ന് പറയുന്നത്. അവർ 4 അബ്സല്യൂട്ട്സിനെ പറ്റി പറയുമായിരുന്നു. 4 അബ്സല്യൂട്ട്സ് എന്ന് പറയുന്നത്: അബ്സല്യൂട്ട് ഓണസ്റ്റി, അബ്സല്യൂട്ട് പ്യൂരിറ്റി, അബ്സല്യൂട്ട് സെൽഫ്ലെസ്നെസ്, അബ്സല്യൂട്ട് ലവ് എന്ന് പറയുന്ന 4 അബ്സല്യൂട്ട്സിനെ പറ്റി പറയും. വിട്ടുവീഴ്ചയില്ലാതെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ പ്രതിജ്ഞയെടുക്കുന്ന കാര്യം. ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ അന്തേവാസികളും 11 വ്രതങ്ങൾ, ഏകാദശ വ്രതങ്ങൾ എന്ന് പറയുന്നത് നിഷ്ഠയോടുകൂടി പാലിക്കുമായിരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില അടിസ്ഥാന മൂല്യങ്ങൾ നിഷ്ഠയോടുകൂടി പാലിക്കുന്നത് ഒരു ശീലമാക്കിയാലല്ലാതെ ഇത്തരം പ്രലോഭനങ്ങളിൽ നിന്ന് നമുക്ക് വിമോചനം ഉണ്ടാവുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു ഇടക്കാലത്ത് നമ്മൾ തനിയെ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പാക്കാനും സാധിക്കുന്ന പ്രായത്തിൽ ഈ ഭൗതിക സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകൾ ഈ ലഹരികളുടെ, അതുപോലെ തന്നെയുള്ള ഭൗതിക സുഖ സൗകര്യങ്ങളുടെ, സുഖാസ്വാദനത്തിൻ്റെ വാതിലുകളായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നേരെ മറിച്ച് ഒരു യേശുക്രിസ്തുവിനോട് ഒരാൾ വന്ന് ചോദിക്കുമല്ലോ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഷാൽ ഐ ഡു ടു ഒബ്റ്റെയിൻ ഇറ്റേണൽ ലൈഫ് ഇറ്റേണൽ എന്നാണ് ചോദിക്കുന്നത്. നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രയോറിറ്റി ആണെങ്കിൽ, നമ്മുടെ ഒരു അടിസ്ഥാന അഭിവാഞ്ചയാണെങ്കിൽ, നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അബ്സല്യൂട്ട്സ്, ചില വിട്ടുവീഴ്ചയില്ലാതെ പാലിക്കുന്ന ചില മൂല്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും നിലനിർത്തുകയും ചെയ്തേ മതിയാവൂ എന്നുള്ളതാണ്. അങ്ങനെയല്ലാതെ തിരുമേനി അതാണ് വേറൊരു ബിബ്ലിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞത്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ. അതാണ് അതിൻ്റെ ലളിതമായ ഭാഷ്യം എന്ന് പറയുന്നത്. ഞാനതിനൊരു അക്കാഡമിക്കായിട്ടുള്ള ഒരു ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ലാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് വളരെ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. പക്ഷേ വളരെ അനുപേക്ഷണീയമായിട്ടുള്ളതും അടിയന്തരമായിട്ടുള്ളതുമായ കാര്യമാണെന്ന് തിരിച്ചറിയുകയും നമ്മൾ ആ ദിശയിൽ നീങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. ഒരു സുവിശേഷ പന്തലിൽ ഇത്തരമൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നു എന്നുള്ളതിൽ പരം എന്നെപ്പോലുള്ള ഒരാൾക്ക് സന്തോഷം തരുന്നൊരു കാര്യമില്ല. കാരണം ഈ 124 വർഷമാകുന്ന ഈ മാരാമൺ കൺവെൻഷനിലെ ഏതോ ഒരു വർഷം ഞാൻ ആലോചിക്കുന്നു, ഇവിടെ ലഹരിക്കെതിരായ ഒരു പ്രഭാഷണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇവിടെ കുറേ ആളുകൾ അവരുപയോഗിച്ചിരുന്ന ലഹരി വസ്തുക്കൾ ഈ പുഴയുടെ ഈ തീരത്തുള്ള മണൽപ്പരപ്പിൽ കുഴിച്ചിട്ട് ഞങ്ങൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പ്രതിജ്ഞയെടുത്ത പാരമ്പര്യമുള്ള ഒരു സ്ഥലവും ഒരു പ്രസ്ഥാനവുമാണിത് എന്ന് നമ്മൾ അറിയേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ഒരു സെഷനിൽ വന്നിരുന്ന് പ്രഭാഷണങ്ങൾ കേട്ട് ഒരുപക്ഷെ നിങ്ങളെ ആ രീതിയിൽ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു പ്രഭാഷണം ചെയ്യാൻ എന്നെപ്പോലുള്ള ഒരാൾക്ക് സാധിച്ചില്ലെന്ന് വരും. പക്ഷെ അതല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കിയാലല്ലാതെ മറ്റു കാര്യമൊന്നുമില്ല. ഞാനൊരാൾ മാറിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഗാന്ധിജി സോഷ്യലിസ്റ്റുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സോഷ്യലിസം ബിഗിൻസ് വിത്ത് ദ ഫസ്റ്റ് കൺവെർട്ട്. ആദ്യത്തെ ആൾ സോഷ്യലിസ്റ്റ് ആകുമ്പോഴാണ് സോഷ്യലിസം ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ 0 ചേർത്താലും അത് പിന്നെ വലിയ സംഖ്യയായിട്ട് മാറും, മൾട്ടിപ്ലൈ ചെയ്യും. അതേസമയത്ത് ആദ്യത്തേതൊരു 0 ആയാലോ അതിൻ്റെ കൂടെ നിങ്ങൾ 9 എഴുതി പെരുക്കിയാലും ഗുണിച്ചാലുമെല്ലാം ഫലം 0 ആയിരിക്കുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനം അത് ഇൻഫെക്ഷ്യസ് ആണ്, അത് പടരുന്നതാണ്, പരക്കുന്നതാണ്, അത് പരിസരങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആ രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് ഈ സന്ദർഭം, ഈ സമ്മേളനം നിങ്ങൾക്ക് പ്രചോദനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിനവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം വിനയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പ്രാർത്ഥിക്കാം. മനോഹരമായൊരു ഭൂമി സൃഷ്ടിച്ച് ഞങ്ങൾക്ക് തന്ന ദൈവമേ, അതിന് വികലമാക്കിയ കുറവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ.
മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരുവാൻ മതവും വിശ്വാസവും സഭയും ഒക്കെ ക്രമീകരിച്ച കർത്താവേ, ഇന്നും ഞങ്ങൾ തെറ്റിപ്പോകുന്നു, വീണു പോകുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഭാരപ്പെടുന്നു. അവരെല്ലാവരെയും ദൈവമേ ദൈവഭക്തിയിലും ദൈവകൃപയിലും ദൈവനീതിയിലും നിലനിർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സഹായിക്കണമേ. മഹത്തായ ഇന്ത്യ രാജ്യത്തിൻ്റെ പൈതൃകം പേറിക്കൊണ്ട് സത്യം, ധർമ്മം, നീതി എന്ന തലമുറകളായി നിലനിർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്കുള്ള ബാധ്യത ഞങ്ങളെ ഓർപ്പിക്കുന്നുണ്ട്. സ്തോത്രം. പ്രാർത്ഥനയും ഉപവാസത്താലും ഈ ജാതിയോട് എതിർത്ത് നിൽപ്പാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ കർത്താവെ. വീണു പോകാതെ താങ്ങിക്കൊള്ളണമേ. വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിപ്പാനും അനേകരെ വെള്ളത്തിൽ നിന്നും തീയിൽ നിന്നും വലിച്ചെടുപ്പാൻ തക്കുള്ള ആത്മധൈര്യം പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ ആത്മീയ പന്തലിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി കരയുവാനും നഷ്ടപ്പെടുന്നവരെക്കുറിച്ച് ഭാരമുള്ളവരായിരിക്കാനും സഹായിക്കണമേ. നഷ്ടപ്പെടുന്നവനെക്കുറിച്ച് ഭാരമുള്ളവനാണ് രക്ഷിക്കപ്പെട്ടവൻ എന്നുള്ള അവബോധ്യം ഞങ്ങൾക്ക് തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട മത്തായി സാലിലൂടെ കേൾക്കുവാൻ കൃപ ചെയ്തു. തകർന്നു പോകാതെ ഈ രാജ്യത്തെയും ഈ സമൂഹത്തെയും നിലനിർത്താൻ തക്കമുള്ള ദൈവിക സ്നേഹപദ്ധതിയിൽ ഞങ്ങളെ ചേർത്ത കർത്താവെ, എല്ലാവരെയും സ്നേഹിപ്പാനും എല്ലാവരെയും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുവാനും ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിപ്പാൻ തുണയ്ക്കണമെന്ന് കർത്താവും രക്ഷകനുമാകുന്ന യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ, നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും ദേശത്തോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.